ഇങ്ങനെയൊക്കെ നടക്കണു. എല്ലാവർക്കും പെൻഷൻ കിട്ടണം, അത്ര തന്നെ. അതല്ലേ 2000 പെൻഷൻ വലിയ കാര്യല്ലേ? 5 വീട് പണിത് നോക്കാൻ കോൺഗ്രസ്സുകാർക്ക് സാധിച്ചു. 5 വീട് പണിത് കൊടുക്കാൻ. പിന്നെ കിട്ടി വയ്ക്കും. കോൺഗ്രസ് അങ്ങനെയാണ്, അതിന് നമ്മൾ തെറ്റ് പറഞ്ഞിട്ട് കാര്യമില്ല. കോൺഗ്രസിൽ ഗ്രൂപ്പ് ആണ്. അന്ന് സീറ്റ് ഇവർക്ക്, 60 സീറ്റ് ഇവർക്ക്. അങ്ങനെ 2 ഘട്ടങ്ങളിൽ നിന്ന് വരാണെങ്കിൽ ഒരു കാര്യം സംഭവിക്കും. മുസ്ലിം ലീഗ് LDFന്റെ ഒപ്പം പോകും. നിയമസഭ ഇലക്ഷൻ വരാൻ പോവാണ്. അപ്പൊ വീണ്ടും ആര് ഭരിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്? അതാണ് ഇപ്പൊ കൺഫ്യൂഷൻ. ഇപ്പൊ ഇപ്പൊ 2 പാർട്ടി ഒപ്പത്തിനൊപ്പം നിൽക്കാണ്. ആ കണ്ടീഷനിലാണ് ഇപ്പൊ. ഒപ്പത്തിനൊപ്പാണ്. അപ്പൊ കോൺഗ്രസിന്റെ ഒപ്പത്തിനൊക്കെ നിൽക്കാനുള്ള ആരാളുള്ളത്? കോൺഗ്രസ് പാർട്ടിയുടെ ഒപ്പത്തിനൊപ്പം നിൽക്കുക കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടല്ലോ. അല്ല, ഇപ്പൊ കോൺഗ്രസ് പാർട്ടിയിൽ നയിക്കാൻ വേണ്ടിട്ട് നിലവിൽ ആരാളുടെ നേതാവായിട്ട്? അത് ഇലക്ഷൻ കഴിയുമ്പോ അറിയാൻ പറ്റും, ഇപ്പൊ പറയാൻ പറ്റൂല. അവര് തമ്മിലല്ലേ തമ്മിലടി എന്നൊക്കെ പറയുന്നത്. അതാണ് ഇലക്ഷൻ കഴിയുമ്പോ അറിയാലോ. അപ്പൊ തമ്മിലടിക്കൊക്കെ മുകളിൽ നിന്ന് വരും ആൾക്കാര്, വേറെ ആൾക്കാർ വരും. നിലവിലുള്ള ആരോ ആവില്ല മുഖ്യമന്ത്രി ആവില്ല. നിലവില് പറയാൻ പറ്റില്ല. ഇനിയിപ്പോ അത് ഇലക്ഷൻ കഴിയുമ്പോ ചിലപ്പോൾ അടികൂടുകയാണെങ്കിൽ ഇവരൊക്കെ മാറ്റി നിർത്തിട്ട് വേറെ പുതിയ ആൾക്കാർ വരും. VD സതീശൻ എങ്ങനെ ഉണ്ടാവും? അത് അങ്ങനെയാണ് ഇപ്പൊ ബുദ്ധിമുട്ട്. പണിയെടുക്കുന്നതൊക്കെ അങ്ങനെയാണ്. മുഖ്യമന്ത്രി ആവാൻ വേണ്ടി പണിയെടുക്കും. ഇനിയിപ്പോ അവസാനം ആരാന്ന് പിന്നീട് പറയാൻ പറ്റുള്ളൂ. രമേശ് ചെന്നിത്തല അങ്ങേരൊന്നും ഇപ്പൊ ആവാൻ സാധ്യതയില്ല. അങ്ങേരൊക്കൊന്നും പോരാ. രമേശ് ചെന്നിത്തല എന്താ പറ്റി? ഒരു മുഖ്യമന്ത്രി ആവാനുള്ള പവർ സതീശനാണ് ഭൂരിപക്ഷം ഉള്ളത്. VD സതീശനില്ലേ കുറച്ച് തള്ളു കൂടുതലാണ് മാധ്യമങ്ങളെ കണ്ടാന്നുള്ളത് പൊതുവെ പറയും. എല്ലാ പൊതുപ്രവർത്തകർക്കും ഇപ്പൊ തള്ളു കൂടുതലാണ്. രാഷ്ട്രീയ പ്രവർത്തകർക്കൊന്നുമില്ല, എല്ലാവരും കൊണ്ട്. ഇപ്പൊ രാഹുൽ ഗാന്ധി ഇല്ലേ ഒരു പ്രസ്താവന എടുത്തിട്ടുണ്ടായിരുന്നു. അതായത് ഞങ്ങൾ ഭരണത്തിലേക്ക് വരികയാണെങ്കിൽ സ്ത്രീകൾക്ക് സൗജന്യമായിട്ട് യാത്രാ സൗകര്യം KSRTCയിൽ ഒരുക്കുന്നു. അത് ശരിക്കും സാധ്യമാവുന്ന കാര്യമാണ്. അത് ശരിക്കും നേരത്തെ ചെയ്യേണ്ടതായിരുന്നു, വൈകിപ്പോയി. അത് നടക്കാൻ സാധ്യതയില്ലാതെ ഗണേഷ് കുമാർ പറഞ്ഞു ഈ പ്രസ്താവന. അത് ചിലപ്പോ ഇവര് ഭരണത്തിൽ വരികയാണെങ്കിൽ ഇവര് നടത്തുമോ നോക്കാം, എന്നിട്ട് നമുക്ക് പറയാമല്ലോ. അത് ഭയങ്കര വലിയ കാര്യല്ലേ? എന്താണ് സ്ത്രീകളെ സൗജന്യമായിട്ട് അങ്ങനെ 10 കൊല്ലമായില്ലേ ഫ്രീ ആയിട്ട്? കർണാടകയിൽ വന്നല്ലോ. തമിഴ്നാട് ഇതിനെക്കാട്ടി ഭയങ്കര സൗകര്യങ്ങൾ അവർ കൊടുക്കുന്നുണ്ട്. ഇപ്പൊ കേരളത്തെ അപേക്ഷിച്ച് 10 മടങ്ങ് ബെറ്റർ ആണ് തമിഴ്നാട്. അതുപോലെ വരുമായിരിക്കും ചിലപ്പോ. കേന്ദ്രത്തിനൊക്കെ കൂടുതൽ ഫണ്ട് കിട്ടുമ്പോൾ ചിലപ്പോ അതൊക്കെ കൊടുക്കുമായിരിക്കും. ചേട്ടനോട് എന്താ പറയാ? 2 മാസത്തിനുള്ളിൽ നിയമസഭ ഇലക്ഷൻ വരാൻ പോവാണ്. ആര് ഭരിക്കും കേരളം? ഈ പ്രാവശ്യം ആര് ഭരിക്കുന്നു പറയാൻ പറ്റില്ല. കാരണം അതിൽ 2-3 കാര്യങ്ങൾ. കാരണം വെച്ചാൽ BJPയുടെ സാന്നിധ്യം, BJPയുടെ സ്വാധീനം വെച്ചാൽ ഏകദേശം ഒരു 50 സീറ്റുകളിൽ 30,000 തൊട്ട് 65,000 വോട്ടുണ്ട്. അവർ 30,000 തൊട്ട് 65,000 വോട്ട് വരെയുള്ള മണ്ഡലങ്ങളുണ്ട്. അപ്പോൾ അത് BJPനെ അപേക്ഷിച്ച് വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ ആ നിലയ്ക്ക് അവർക്ക് എൻ്റെ അറിവിൽ ഒരു 20 സീറ്റ് തൊട്ട് 30 സീറ്റ് വരെ കിട്ടാൻ സാധ്യത. അപ്പം അങ്ങനെ വരുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഭരിക്കാനായിട്ടുള്ള ഉറപ്പ് ആർക്കും ഉണ്ടാവില്ല. ഇനി അവർക്ക് 10 സീറ്റ് കിട്ടിയാലും വേണ്ട, 20 സീറ്റ് കിട്ടി. 20 സീറ്റ് കിട്ടി കഴിഞ്ഞാൽ ഇവിടെ ഭരിക്കാനായിട്ട് ഭൂരിപക്ഷം LDFനോ UDFനോ മൊത്തം കിട്ടാൻ വഴിയില്ല. അങ്ങനെ വരാണെങ്കിൽ ഇപ്പോൾ ഒരു 60 സീറ്റ് ഇവർക്ക്, 60 സീറ്റ് ഇവർക്ക്. അങ്ങനെ 2 ഘട്ടങ്ങളിൽ നിന്ന് വരാണെങ്കിൽ ഒരു കാര്യം സംഭവിക്കും. മുസ്ലിം ലീഗ് LDFന്റെ ഒപ്പം പോകും. അതിൽ യാതൊരു തർക്കം നിങ്ങൾ വിചാരിക്കേണ്ട. കോൺഗ്രസിൻ്റെ ഒപ്പം 10 വർഷമായിട്ട് ഒരു ഇതില്ലാതെ ഇവരൊപ്പം നിന്നിട്ട് ഇനി 5 വർഷം അവർ ഈ ഭരിക്കാൻ കിട്ടാതെ ഇവരൊപ്പം നിൽക്കുന്നത് ഉദ്ദേശിക്കേണ്ട. കുഞ്ഞാലിക്കുട്ടി ഉപമുഖ്യമന്ത്രിയാവും, 5 മന്ത്രി സ്ഥാനം വേറെ കിട്ടും. LDF മുഖ്യമന്ത്രി പിണറായി വിജയനാവും. ഒരു 60 സീറ്റ് കിട്ടി. മുസ്ലിം ലീഗ് എങ്ങനെ പോയാലും ഒരു 15 തൊട്ട് 25 സീറ്റിലാണ് മത്സരിക്കുന്നത്. എങ്ങനെയായാലും 15 തൊട്ട് 20 സീറ്റ് കിട്ടും അവർക്ക്. എൻ്റെ അറിവിൽ 20 സീറ്റാണ് ഈ പ്രാവശ്യം ഗ്യാരണ്ടി കിട്ടും. ഈ 20 സീറ്റ് മുസ്ലിം ലീഗിന് കിട്ടും. 60 സീറ്റ് ഇവർക്ക് കിട്ടി, 60 സീറ്റ് UDFന് കിട്ടി. എന്ത് ചെയ്യും? അപ്പോൾ മുസ്ലിം ലീഗ് ഒന്നും നോക്കില്ല. മണ്ണും ചാനും പെണ്ണും കൊണ്ടുപോയെന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗ് പറയുക ശരി ലാൽ സലാം എന്ന് പറഞ്ഞിട്ട് അവർ LDFന് പിന്തുണയും. അതിൻ്റെ കാരണം എന്താ പറയുക? നമ്മൾ കാശ്മീരിൽ കണ്ടതാണ് PDP BJPയുടെ ഒപ്പം പോയത്, അല്ലെങ്കിൽ BJP PDP എങ്ങനെയായി കണ്ടോട്ടെ. അപ്പോൾ ഇതൊക്കെ രാഷ്ട്രീയത്തിൽ ശത്രുക്കളില്ല. 10 വർഷത്തെ ഭരണം എങ്ങനെയുണ്ട്? 10 വർഷത്തെ ഭരണം എന്ന് പറയാനായിട്ട് വിലയിരുത്തുമ്പോൾ എന്താണുള്ളത്? ഇങ്ങനെയൊക്കെ നടക്കണു. എല്ലാവർക്കും പെൻഷൻ കിട്ടണം, അത്ര തന്നെ. അതല്ലേ 2000 പെൻഷൻ വലിയ കാര്യല്ലേ? അല്ല, പെൻഷൻ കിട്ടുന്ന അതന്നെ. ഇവിടെ വികസനം എവിടെയുള്ളത്? കമ്പനികൾ എവിടെയുള്ളത്? ഉള്ള കമ്പനിക്കാർ പോയി. ഇപ്പോൾ സാബു ജേക്കബിനെ ഇവിടെ നിന്ന് ഓടിപ്പിച്ച് വിട്ടു. അപ്പോൾ അതെന്താണത്? അപ്പോൾ അങ്ങനെ ചില വ്യവസായികൾക്ക് സഹായം ചെയ്തു, ചില വ്യവസായികൾ ഓടിപ്പിക്കുക. അപ്പം ഇവിടെ ഒരു വ്യവസായവും ഇല്ല, വ്യവസായങ്ങളില്ല. അത് വേറെ ഉള്ള വ്യവസായങ്ങൾ അതിന് പൂട്ടിക്കുക. അപ്പോൾ ഇവിടെ എന്താണ് വ്യവസായം ഉള്ളത്? ഇവിടെ 25 തൊട്ട് 35 ലക്ഷം വരെ ഹിന്ദി ആളുകൾ ഉണ്ടെന്നാണ്
കേരളത്തിൽ. 25 ലക്ഷം തൊട്ട് 35 ലക്ഷം വരെ ഹിന്ദിക്കാർ ഇവിടെ പണിയെടുക്കുന്നുണ്ട്. നമ്മളെ കുറേ ആളുകൾ വിദേശത്ത് പോകണം. ഇപ്പോൾ കുറേ ആൾക്കാർ ഇവിടെ തന്നെ കിടന്ന് കറങ്ങാൻ ചെയ്യും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവിടെ ജോലി ഇല്ലാതെ അല്ലാന്ന് അറിയാലോ, ജോലി എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യാൻ തയ്യാറാവാത്തത് കൊണ്ട് അവർ 25 ലക്ഷം പേര് വന്ന് ഡെയിലി 1000 രൂപ കൂലി മേടിച്ച് അവർ സുഖമായിട്ട് ഒരു 5000 രൂപ ചിലവ് വരും അവർക്ക് ഇവിടെ. മിക്ക സ്ഥലങ്ങളിൽ അവർ ഫുഡ് അക്കോമഡേഷൻ അടക്കമാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണെന്ന് വെച്ചാൽ അവർക്ക് എങ്ങനെയായാലും 30,000 രൂപ കൂലി കിട്ടിയ 1000 രൂപ അവരെ കയ്യിലേക്ക് 30,000 രൂപ. ഇനി 5 ദിവസം ലീവ് എടുത്താൽ 25,000 കിട്ടും. 25,000 രൂപ ചിലവ് പോയാൽ 20,000 അവർ വീട്ടിലേക്ക് അയച്ചു കൊടുക്കും. അവർ സുഖമാണ്. രാഹുൽ ഗാന്ധി ഇല്ലേ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ് സ്ത്രീകൾക്ക് സൗജന്യമായിട്ട് KSRTC വാഹന സൗജന്യ യാത്രാ സൗകര്യം ഫ്രീ ആയിട്ട് നൽകുന്നത് പോസിബിൾ ആണ് ശരിക്കും? അല്ല, അതെനിക്ക് ഒരിക്കലും വിശ്വസിക്കാൻ കഴിയില്ല. രാഹുൽ ഗാന്ധി അല്ല, മരിച്ചുപോയ ഇന്ദിരാഗാന്ധി അല്ല, രാജീവ് ഗാന്ധി ഒന്നും. എന്താ കാരണം അറിയോ? ഇവിടെ ആദ്യത്തെ പ്രളയം നടന്നപ്പോൾ കോൺഗ്രസ് ഒരു തീരുമാനം എടുത്തു. ഒരു മണ്ഡലത്തിൽ 1000 വീട് വെച്ച് ഞങ്ങൾ പണിയുന്നു. ഒരു നിയോജക മണ്ഡലത്തിൽ 1000 വീടെന്ന് വെച്ചാൽ 1,40,000 വീട് പണിത് കൊടുക്കുമെന്ന് പറഞ്ഞു. 1,00,000 അല്ല, അവർ വല്ലത് നടന്ന 5 വീട് പണിത് കൊടുക്കാൻ കോൺഗ്രസ്സുകാർക്ക് സാധിച്ചു. 5 വീട് പണിത് കൊടുക്കാൻ. പിന്നെ ചെയ്ത് ഈ ഹൈബീഡൻ അവൻ്റെ മറ്റേ ചേരാനിൽ ഇപ്പം അങ്ങനെയുള്ള കുറേ സ്കീം ഉണ്ടാക്കിയിട്ട് അവനെ ബന്ധമുള്ള കുറേ ആളുകളിൽ നിന്ന് അതെനിക്ക് ഹൈബീഡിനെ എനിക്ക് ഈ കാര്യത്തിൽ കോൺഗ്രസ്, ഞാൻ പറഞ്ഞില്ലേ കോൺഗ്രസ്, എനിക്ക് ആ ഹൈബീഡിനെ ഗംഭീര ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എനിക്കിഷ്ടമാണ്. എനിക്ക് അങ്ങനെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളത്. കാരണം വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ ഫണ്ട് ഉപയോഗിക്കാനായിട്ട് ഇത്രയും മിടുക്കനായ ഒരു MP ഞാൻ നോക്കിയിട്ട് കണ്ടിട്ടില്ല. കാരണം അവൻ്റെ ഫണ്ടാണ് ഈ എറണാകുളം ജില്ലയിലെ ഈ ജനറൽ ഹോസ്പിറ്റലിൽ നോക്കുക, അങ്ങനെ ഓരോ സ്ഥലം എടുത്ത് നോക്കി അവൻ്റെ ഫണ്ട് അവൻ കറക്റ്റായിട്ട് അവൻ 5 കോടി കിട്ടി, 5 കോടി കറക്റ്റായി വിനിയോഗിക്കുകയും ഈ ഹൈബീഡ് അതുപോലെ തന്നെ എത്ര വീടുകൾ അവൻ പണിതു. അവൻ വീടുകൾ പണിത് കോൺഗ്രസ്സുകാർ കാശ് കൊടുത്തിട്ടൊന്നുമില്ല. അവന് ബന്ധമുള്ള മുതലാളിമാരുണ്ടോ അല്ലെങ്കിൽ അവൻ ആൾക്കാർ അമേരിക്ക അവിടെയുള്ള വ്യവസായികൾ അവരെ നിന്ന് മേടിച്ച് അവൻ ഒരു വീട് പണിതു. ഈ പറഞ്ഞതിലുള്ള വെറും വാഗ്ദാനം മാത്രമാണ് അത് അത്രേ ഉള്ളൂ. അത് എനിക്ക് ഒരിക്കലും അങ്ങനെയാണെങ്കിൽ ഇവർ ആ വീട് പണിത് കൊടുക്കണ്ടേ? ഈ പ്രളയം വന്നപ്പോൾ ഇവരെവിടെ പോയി? ഇവരെവിടെയാണ് വീട് പണിത് കൊടുത്തത്? നിങ്ങൾ പറഞ്ഞോ? ഒരു ചുക്കും പണിത് കൊടുത്തില്ല. നിസ്സാരപ്പെട്ട 4 വീട് 5 വീട് പറയണത് ചെയ്യാൻ വരുകൊണ്ടൊന്നും കോൺഗ്രസിന് അത് പറ്റില്ല. കാരണം 47 സാധനം കിട്ടി വയ്ക്കും. കോൺഗ്രസ് അങ്ങനെയാണ്, അതിന് നമ്മൾ തെറ്റ് പറഞ്ഞിട്ട് കാര്യമില്ല. കോൺഗ്രസിൽ ഗ്രൂപ്പ് ആണ്, അന്നുമാണ് ഇന്നുമാണ്. അല്ലെങ്കിൽ അംബേദ്കർക്കാർ രാജിവെച്ച് പോകേണ്ട കാര്യമില്ലല്ലോ. ഗാന്ധിജി പറഞ്ഞതാണ്, നിങ്ങൾ അംബേദ്കറിനോട് പോവല്ലേ എന്ന് പറഞ്ഞു. അതുകൊണ്ട് എനിക്ക് നെഹ്റുവായിട്ട് ഒത്തുപോകാൻ കഴിയില്ല. അതുകൊണ്ട് പിണറായി ആണോ ഉമ്മൻചാണ്ടിയാണോ നല്ല നേതാവ്? എനിക്ക് ഉമ്മൻചാണ്ടി നല്ല നേതാവ്. പറഞ്ഞ സ്വന്തം മക്കൾക്ക് വേണ്ടി സ്വാർത്ഥ താല്പര്യം വേണ്ടി ഒന്നും ചെയ്യാത്ത ഒരു നേതാവുണ്ടെങ്കിൽ അത് ഉമ്മൻചാണ്ടി. പേഴ്സണല ഈ 2 വ്യക്തിനെ പറയുകയാണെങ്കിൽ പിണറായി മക്കൾക്ക് വേണ്ടി അതുകൊണ്ടല്ല ഇങ്ങനെ വിഷയം ഉണ്ടായത്. അതുകൊണ്ടല്ല ആള് വ്യക്തിപരമായി നല്ലതായിരിക്കാം, പക്ഷെ ആള് എന്ത് പെട്ടുപോയി. അല്ല, ആളുടെ അല്ലല്ലോ മക്കള് അങ്ങനെ ആകുമ്പോ ആള് മിണ്ടാൻ അവസ്ഥ വന്നു. ഇതേനി കൊടിയേരിക്കുണ്ടായത്, മക്കളാണ് പ്രശ്നം. പിണറായി അല്ലാണ്ട് പിണറായി പ്രശ്നം നമ്മൾ ആരും പറയും. പക്ഷെ അവരപ്പോൾ സംരക്ഷിക്കേണ്ടി വരും. ഒരു അച്ഛൻ എന്ന നിലയ്ക്ക് സംരക്ഷിക്കണ്ടേ? അങ്ങനെ വരുമ്പോൾ ആ രാഷ്ട്രീയത്തിന്റെ സത്വം നഷ്ടപ്പെട്ടു. അതാണ് ആൾക്കുണ്ടായ തെറ്റ്. അപ്പൊ അത് ആളുകൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം, അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. പക്ഷെ ആ കാര്യത്തിൽ ഉമ്മൻചാണ്ടി തന്നെ ഏറ്റവും നല്ലത്. ഇല്ല, ബി ജെ പി എല്ലാവരും നോക്കുന്നത് വർഗീയത ചോയോടെ നോക്കുന്നത്. BJP പാർട്ടി വർഗീയതാണ് എങ്ങനെ ഞാൻ പറയുന്നത്? നിങ്ങൾ എങ്ങനെ വർഗീയത? 1980-ലാണ് BJP ഇവിടെ ഉണ്ടാകുന്നത്. അതിനുശേഷം ഇവിടെ BJP വാജ്പേയി മന്ത്രിസഭ വന്ന സമയത്ത് ഈ BJPനെ സപ്പോർട്ട് ചെയ്ത ആരാ? 56 സീറ്റുള്ള പാർലമെന്റ് സീറ്റുള്ള ഇടതുപക്ഷമാണ് ഫസ്റ്റിൽ വാജ്പേയിനെ സപ്പോർട്ട് ചെയ്ത് ഇവിടെ വാജ്പേയി അധികാരത്തിൽ വരണം. അതുകൊണ്ട് കുറച്ചാളെ ഇപ്പോൾ പിൻവലിച്ചത്, അത് വേറെ കാര്യം. പക്ഷെ അവരാരെയാ ഉയർത്തിക്കൊണ്ടുവന്നേ? ഈ CPM അല്ലേ അവരെ ഉയർത്തിക്കൊണ്ടുവന്ന്. പിന്നെ അവരെങ്ങനെ വർഗീയാന്ന് പറഞ്ഞു? ഒരു അമ്പലം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അത് BJP ഒന്നല്ല, അതിപ്പോൾ RSSുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. BJP ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്, അതിന് വർഗീയത പറഞ്ഞുണ്ടാക്കാണ്. അതുകൊണ്ട് അത് വർഗീയത എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. പിന്നെന്താ അവരെ ചാണകം മറ്റേ സംഗീ എന്നുള്ള പേരിലൊക്കെ അതെന്തായിക്കോട്ടെ. ഇപ്പോൾ ചെറിയ കാര്യങ്ങൾ ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും. ഇവര് സംഘികള്, അവര് സുനാമികളോ ചാണകം എന്നാണ് BJP അപ്പൊ മറ്റവര് പറയുന്നുണ്ട് സുഡാപ്പികൾ എന്ന് പറയും. അപ്പൊ അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. രാഷ്ട്രീയമായി അങ്ങോട്ടും ഇങ്ങോട്ട് പറയാന്ന് വെച്ചാൽ ആശയപരമായി തോൽപ്പിക്കാൻ കഴിയുമോ? അതാണ് ഒരു രാഷ്ട്രീയ പ്രവർത്തകന്റെ ഏറ്റവും വലിയ നല്ല പ്രവർത്തകന്റെ ഇത്. രാഷ്ട്രീയ സംഘടനയോട് ഇതല്ല, ആശയപരമായി ഒരു പ്രസ്ഥാനത്ത്
ഇപ്പൊ ജനങ്ങൾക്ക് BJP ഇഷ്ടമെന്ന് വെച്ചാൽ BJP അധികാരത്തിൽ വന്നു, അത്രേ ഉണ്ടായുള്ളൂ. ഇവിടെ കേരളത്തിൽ അതുപോലെ ജനങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വരും, ഇഷ്ടമല്ലെങ്കിൽ വരില്ല. ജനങ്ങൾ തീരുമാനിക്കും. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പൊ സപ്പോസ് BJPയുടെ അല്ലേ പ്രതിനിധിയായിട്ട് സുരേഷ് ഗോപി കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയാലും എങ്ങനെ ഇരിക്കും? അതൊന്നും പറയാൻ പറ്റത്തില്ല, അതൊക്കെ നമ്മൾ പിന്നീട് വരേണ്ട കാര്യമല്ല. അങ്ങനെ നടക്കുകയാണെങ്കിൽ എങ്ങനെ നടക്കുകയാണെങ്കിൽ അത് BJPയുടെ സപ്പോർട്ട് ഉണ്ടാവുമല്ലോ. അപ്പൊ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിട്ട് യോഗ്യത ഉണ്ടോ? യോഗ്യതയൊക്കെ ഉണ്ട്. യോഗ്യതയിലായി എന്താണ് ഇവിടെ ആർക്ക് എന്തായാലും അവർ പഠിച്ച് വിദ്യാഭ്യാസ മുഖ്യമന്ത്രിയായിട്ടാണ് ജനിച്ചു വന്നിറങ്ങണം. ഇവിടെ അച്യുതാനന്ദ മുഖ്യമന്ത്രി, എന്ത് വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു അച്യുതാനന്ദ മുഖ്യമന്ത്രിയായത്? അതൊന്നുമില്ല ചെയ്യുക. ആ ഭരണത്തിൽ അതിനൊരു 10-25 ആൾ പിന്നാലെ ഉണ്ടാവും. അത് നിയന്ത്രിക്കാനും BJPയിലും ഉണ്ടാവും, CPM ഉണ്ടാവും, കോൺഗ്രസ്. ഏത് മുഖ്യമന്ത്രിമാരും അവർക്ക് അഡ്വൈസ് കൊടുക്കാൻ ഒരു ടീമുണ്ട്. പ്രധാനമന്ത്രിക്ക് അഡ്വൈസ് കൊടുക്കും. അത് നല്ല ടീമായി കഴിഞ്ഞാൽ വിജയിക്കും. കാരണം നായനാരുള്ള സമയത്ത് കണ്ടണ്ട, നായനാരൊപ്പം പേഴ്സണൽ സ്റ്റാഫിൽ എടുക്കുന്നത് നായനാർ പാർട്ടിക്കാർ മാത്രമേ എടുക്കുള്ളൂ. എന്തുകൊണ്ടാണെന്നറിയോ? അതിൻ്റെ ഉള്ളിൽ നിന്ന് ആരും ചാടിപ്പോയി. പിന്നെ അത് മാത്രമല്ല, നല്ല NGOൻ്റെയും അവരുടെ ഇവിടെയൊക്കെ ഇതിനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റി, ഓരോ മേഖല ഡെവലപ്പ് ചെയ്യാൻ പറ്റിയ ആൾക്കാർ തിരഞ്ഞെടുക്കുകയാണ്. ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ഒന്നും അത് എടുത്തിട്ടില്ല. അവർക്ക് ഇഷ്ടമുള്ളവർ കുറേ ആൾക്കാരെ പേഴ്സണൽ സ്റ്റാഫിൽ എടുത്താൽ അതല്ല പാർട്ടി പറയണമെന്ന് നോക്കിയിട്ട് എടുക്കാറ്. അതല്ല പാർട്ടിക്കാർ. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നല്ല പേര് കിട്ടാൻ വേണ്ടി. അന്നൊക്കെ അയാൾക്ക് നല്ല പേരുണ്ടായിരുന്നു. പിന്നീട് ഇഷ്ടമുള്ളവർ എടുത്തോടി. ഗീതാ ഗോവിന്ദ് അത് എന്തിനാണ്? കുറേ ലോക ബാങ്കിനും കുറേ അവരുടെ ഇവിടെ കുറേ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ടുവന്നിട്ട് ഇവിടെ എന്തുണ്ടായി എന്നിട്ട് ഈ 10 ആൾ 20 ആൾ 30 ആൾ പേഴ്സണൽ സ്റ്റാഫിലിട്ടിട്ട് ഒരു ചുക്കുണ്ടായില്ല. ശ്രീവാസ്തവ ഇവരെന്ത് ചെയ്തു? ഇവിടെ ശ്രീവാസ്തവയ്ക്ക് എന്തോരം സമരം നടന്നുണ്ട്. ഈ അയാളെ എന്തോരം ഇവിടെ പാർട്ടിക്കാരെ അടിച്ചിട്ടുള്ള ആളാന്ന് പറയും. അയാളെ വന്നിട്ട് അയാളെ പേഴ്സണൽ സ്റ്റാഫ് എടുത്തത്. അപ്പം അത്രയുള്ള കാര്യം കള്ളന്മാരും കുറേ അത് ആർക്ക് വേണമെങ്കിൽ എടുക്കാം. അതിൽ വലിയ കാര്യമൊന്നുമില്ല. എൻ്റെ ഒരു ജോസ്. ഓക്കെ, താങ്ക് യു.